സിജോയും സായും എൻ്റെ ഏട്ടന്മാരാണ് എന്നാണ് നന്ദന എപ്പോഴും പറഞ്ഞു നടക്കുന്ന കാര്യം. അപ്പോൾ അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ പോലെയാണ് ഇപ്പം നന്ദന അവിടെ നിൽക്കുന്നത്. ചേട്ടന്മാർ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നുള്ളൊരു ഭാവവും അവരെൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവവും ഒക്കെ ഉണ്ട് നന്ദനയ്ക്ക്. പണപ്പെട്ടിയുടെ കാര്യം നന്ദനയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഇവർ രണ്ടുപേരാണ്. അങ്ങനെ നന്ദനയുടെ അടുത്ത് പണപ്പെട്ടി എടുക്കാൻ പറയുന്നതും ഇവരാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റാങ്കിങ് ടാസ്ക് വന്ന സമയത്ത് നന്ദന ഒന്നാം സ്ഥാനത്ത് വന്ന് നിന്നപ്പോൾ നന്ദന പറഞ്ഞ കാര്യം, എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, എനിക്ക് നല്ലൊരു വീട് വെക്കണം, അതുകൊണ്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടണം എന്നാണ് നന്ദന അവിടെ പറഞ്ഞത്. പക്ഷെ എല്ലാവരും കയറി അതിനെ എതിർത്തു. അവിടെ പണം ഉണ്ടാക്കാനായിട്ട് മാത്രമാണ് അങ്ങോട്ട് വന്നത് എന്നതിന് ചോദ്യത്തിന് ഉപരിയായിട്ട് അവിടെ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ലേ നന്ദന, പണപ്പെട്ടിയുമായി കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന ആൾ എന്തിന് ഒന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു എന്നതായി അവിടുത്തെ ചോദ്യം. എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞ് അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടെ നന്ദനയ്ക്ക് ഉത്തരം മുട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നന്ദനയ്ക്ക് അവിടെ സിജോയുടെ അടുത്താണ് നല്ല കലിപ്പ് വന്നത്. സിജോയാണ് ഇത് ഫസ്റ്റ് ചോദിച്ചത് എന്നാണ് നന്ദന കരുതുന്നത്. എനിക്ക് തോന്നുന്നു സിജോനേക്കാൾ മുന്നേ വേറെ ആരോ ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് സിജോ ആ വിഷയം വീണ്ടും എടുത്തിടുന്നത്. സിജോ അത് എടുത്തിടാനായിട്ട് കാരണം അത് മറ്റുള്ള ആരോ ചോദിച്ചപ്പോൾ അവിടെ നന്ദന പറയുന്നുണ്ട് ഒരു മറുപടി, അത് എൻ്റെ ഗെയിം, ഞാൻ അവരെ പറ്റിക്കാണെങ്കിലോ അങ്ങനെ ഗെയിം പറഞ്ഞുകൊണ്ട് അത് എൻ്റെ ഗെയിമല്ലേ എന്ന് പറഞ്ഞപ്പോൾ സിജോ പിന്നെ ആ വിഷയം എടുത്തിട്ടു എന്ന് സിജോ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് സംസാരിച്ചതിന് ശേഷം അവിടെ നന്ദനയ്ക്ക് ഇപ്പോൾ ഭയങ്കര കലിപ്പാണ്. ഇവരൊക്കെ ചേട്ടന്മാരെ പോലെ കരുതിയിട്ട് എന്നെ അടുത്ത് വിശ്വാസവഞ്ചന ചെയ്തു, എനിക്കിനി ആരെ വിശ്വസിക്കണമെന്നറിയില്ല, ട്രസ്റ്റ് ഇഷ്യൂ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ സിജോയുടെ അടുത്ത് മിണ്ടുന്നില്ല, സായിയുടെ അടുത്തും കാര്യമായി മിണ്ടുന്നില്ല. മിണ്ടാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇവർ വന്നിരിക്കുമ്പോഴും അവിടെ ഇങ്ങനെ കൊത്തി കൊത്തി നല്ല ഡയലോഗുകൾ അവിടെ നന്ദന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സായി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് സായി ചോദിക്കുന്നുണ്ട്. സായി ഒന്നും മിണ്ടിയിരുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ എല്ലാവരും ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നന്ദനയുടെ ഒരു ചോദ്യമാണ്. സായി ഈ റാങ്കിങ് ടാസ്കിനിടയ്ക്ക് ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ്. സിജോ പക്ഷെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം സിജോയുടെ അടുത്താണ്. സിജോ ചതിച്ചു എന്നാണ് ഇപ്പൊ നന്ദന വിശ്വസിക്കുന്നത്. സിജോ പക്ഷെ അത് സോൾവ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ സിജോന് ഇനി വിശ്വാസമില്ല എന്നാണ് നന്ദനോട് പറയുന്നത്. ഇനി നിങ്ങളെല്ലാവരും എൻ്റെ ചേട്ടന്മാരായിരിക്കാം, പക്ഷെ ഇനി ഗെയിമിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ഇനി 50 ലക്ഷം മതി, ഞാൻ ഒന്നാം സ്ഥാനം നേടിക്കോളാം എന്നാണ് നന്ദന ഇപ്പോൾ പറയുന്നത്.